ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് നമ്മുടെ നബിദിനമാണ്. സോ രാവിലെ തന്നെ നല്ല മഴയായിരുന്നു. ഈ മഴയത്ത് എങ്ങനെ ഘോഷയാത്ര കൊണ്ടുപോകും, ദഫ് കളിക്കും, ഫ്ലവർ ഷോ ഉണ്ട്, ഇതൊക്കെയായിരുന്നു എൻ്റെ ഒരു രാവിലത്തെ ഡൗട്ട്. പിന്നെ ഞങ്ങൾ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഇതൊന്നും കാണാൻ പറ്റില്ല. സോ അല്ല, അതുകൊണ്ട് തറവാട്ടിക്ക് വന്നു. അപ്പോൾ ഇതാ നമ്മുടെ ഘോഷയാത്രയുടെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പള്ളിൻ്റെ അവിടെ നിന്ന് പോണത്. അതിൽ നീല കളർ ഫസ്റ്റ് നിൽക്കണ ഒരു കുട്ടി പോണത് എൻ്റെ റിഹോ ആണ്. അതിൻ്റെ ഫ്ലവർ ഷോൻ്റെ പരിപാടി അത്. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് ആ മുക്കിൽ പോയിട്ടാണ് കുറച്ച് നേരം അവർ കളിക്കുക. വീടിൻ്റെ ഫ്രണ്ടിലൊന്നും കളിക്കാറില്ല. ഞാനപ്പോൾ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോസ് എടുത്താണ്. അപ്പോൾ ആൾക്കാരൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല രസമാണ് കാണാൻ. അങ്ങനെ നബിദിനത്തിന് മഴയായിട്ടും ആർക്കും ഒരു കുലുക്കമൊന്നുമില്ല, എല്ലാവരും പോകുന്നൊക്കെ ഉണ്ട്. ആരും കുട പോലും പിടിച്ചിട്ടില്ല. രാവിലെയൊക്കെ നല്ല മഴയുണ്ടായിരുന്നു. നബിദിനത്തിന് ഒരുപാട് ദൂരമൊന്നും പോയില്ല. അത് എൻ്റെ ട്യൂഷനിലെ എൻ്റെ സ്റ്റുഡൻ്റാണ്. അവൻ്റെ അനിയനും കൂടി ഞങ്ങളൊന്ന് വീഡിയോ എടുക്കുക എന്നിട്ട് പോയതാണ്. അങ്ങനെ ഞങ്ങളുടെ ഘോഷയാത്രയൊക്കെ കഴിഞ്ഞ് നമ്മുടെ റിഹോ വീട്ടിലെത്തിയിട്ടുണ്ട്. ഓരോരുത്തർ കവർ ഫുള്ള് മുട്ടായൊക്കെ കൊണ്ടുവരും. ഇവിടെ ഓരോരുത്തരൊന്നും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ചോദിച്ചു എവിടെ ഒന്നുമില്ല. ഷർട്ടിലൊക്കെ എന്തൊക്കെയോ ആക്കിയിട്ട് വന്നിട്ടുണ്ട്. വൈറ്റ് കളർ ഷർട്ടാണ്. അപ്പോൾ നമ്മുടെ നെയ്ച്ചോറ് കിട്ടിയിട്ടുണ്ട്. പള്ളിയിൽ നിന്ന് ചോറ് മാത്രമേ ഉള്ളൂ, കറിയൊന്നുമില്ല. പിന്നെ എൻ്റെ ഉമ്മയും വാപ്പയും വന്നിട്ടുണ്ട്. അവരെന്തൊക്കെയോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞാൻ തുറന്നു പോലും നോക്കിയിട്ടില്ല. അതിനുള്ള സമയമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. രാവിലെ ഭയങ്കര ഒരു കറി വയ്ക്കണ തിരക്ക്, പിന്നെ ഒരുക്കണ തിരക്ക്, അതൊക്കെയായിരുന്നു. പിന്നെ ഞാനത് ചിക്കൻ പൊരിക്കാൻ മിക്സ് ചെയ്തിട്ട് ഞാൻ തലേദിവസം തന്നെ എല്ലാം മിക്സ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ദിസ് ഈസ് മൈ മദർ. എന്തോ ചായ വെക്കുകയാണ്. അത് കഴിഞ്ഞ ശേഷം ഞാൻ എൻ്റെ എൻ്റെ അവിടെ ഇരിക്കുന്നുണ്ട്. വാപ്പതാ ഞാൻ വീഡിയോ എടുക്കണ കണ്ടിട്ട് എന്നെ അത്ഭുതത്തോടെ നോക്കുകയാണ്. ഇവളെന്താ ഈ ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. പിന്നെ അതാ റിഹോടെ വാപ്പയെ കൊണ്ടുവന്ന് പോപ്കോണൊക്കെ കഴിക്കണം. ഇത് വീട്ടിൽ നിൽക്കാക്കയുടെ ഉമ്മ തറവാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ചിക്കൻ കറിയാണ്. പിന്നെ ഞാൻ വെച്ചത് ചിക്കൻ കറി. ഇത് കുറച്ച് ഞാൻ കുറുകിയ പോലെ വെച്ചത്. ഉമ്മ കുറച്ച് ലൂസായിട്ട് വെച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ശരി, ഞാൻ കുറച്ച് ഒരുപാട് ലൂസാക്കണ്ടെന്ന് വിചാരിച്ചു. പിന്നെ അത് എൻ്റെ ഉമ്മാക്കുള്ള പരിപ്പ് കറിയായിരുന്നു. പിന്നെ ചിക്കൻ പൊരിക്കാൻ വെച്ചു. എൻ്റെ ഉമ്മ നോൺ വെജ് അല്ല, വെജാണ്. അപ്പോൾ ഉമ്മക്ക് ഈ ചിക്കനൊന്നും ഉമ്മ കഴിക്കാറില്ല. പിന്നെ ഞാൻ കച്ചമ്പർ മുറിച്ച് കുറച്ച് എല്ലാം ഞാൻ ചെയ്തുള്ളൂ. കാരണം ഇവർ ഒരു നേരെ കഴിക്കുള്ളൂ, പിന്നൊന്നും കഴിക്കില്ല. അതാണ് റിഹുവിൻ്റെ സ്ക്വാഡ്, നമ്മുടെ ഫ്ലവർ ഷോൻ്റെ. റിഹു ലീഡറൊക്കെയാണ്. അപ്പോൾ അവൻ്റെ കുറച്ച് പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു പള്ളിൻ്റെ അവിടെ നിന്ന്. ഇത് ഞാനെടുത്ത വീഡിയോ അല്ല, എനിക്ക് ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയ വീഡിയോ ആണ്. അപ്പോൾ അതിലേക്ക് ഞാൻ ആഡ് ചെയ്തേ ഉള്ളൂ. നല്ല അടിപൊളി പ്രോഗ്രാമായിരുന്നു. രാവിലെ എനിക്ക് കാണാനൊന്നും പറ്റിയില്ല, വീഡിയോസാണ് കണ്ടത്. പക്ഷേ രാത്രി നമ്മൾ ലൈവായിട്ട് കണ്ടു. മദ്രസയിലെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞിട്ട് ഉണ്ടായിരുന്നു. നല്ല കളർഫുൾ ഡ്രസ്സായിരുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അർബനക്കാരൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ കളിച്ചു. അവർ മഴയോ വെയിലോ ഒന്നും വകവയ്ക്കാണ്ട് കളിച്ചു. അങ്ങനെ ഞങ്ങൾ നബിദിനത്തിന് പ്രോഗ്രാമിന് പോവുകയാണ്. സോ റിഹുവിൻ്റെ പ്രോഗ്രാമൊക്കെ ഉണ്ട്. അപ്പോൾ കാണാൻ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. എന്തൊക്കെയോ പഠിച്ചിട്ടുണ്ട്, പറയുമെന്ന് എനിക്കറിയില്ല. കഴിഞ്ഞ വർഷമൊക്കെ നന്നായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ വർഷം പറയുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. സോ നമുക്ക് അങ്ങോട്ട് പോകാം. അങ്ങനെ പള്ളിൻ്റെ അവിടെ എത്തി. അവിടെ മഴ കാരണം തോരണമൊക്കെ കെട്ടിയതിൻ്റെ അടിയിൽ കൂടെ ടാർപ്പായൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഒരു കാര്യമില്ലാതെ ഞങ്ങൾക്കൊരു മഴ വന്നപ്പോൾ നന്നായി മനസ്സിലായി. അത് ഈ വീഡിയോയിൽ തന്നെയുണ്ട്, നമുക്ക് കാണാം. ഇത് റിഹുവിൻ്റെ പ്രോഗ്രാം എത്തി. റിഹുവിൻ്റെ സംഘങ്ങളും കൂടി ഒരു ഗ്രൂപ്പ് സോങ് പാടുകയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തിട്ടുണ്ട്. കുറച്ച് നമുക്ക് കേൾപ്പിച്ച് തരാം. ഉസ്താമ നന്നായി പാടുകയൊക്കെ ചെയ്തു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. റിഹുവിനൊരു 2-3 പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു സിംഗിൾ സോങ്സ് 2 ഉണ്ടായിരുന്നു.
അതിനുശേഷം വന്നവർക്കൊക്കെ ഉറങ്ങാണ്ടിരിക്കാൻ നല്ലൊരു ചായയും നല്ല ഉഴുന്ന വടയൊക്കെ തന്നു. അതിനുശേഷം നല്ല അടിപൊളി മഴ പെയ്തു. അവിടെ ഇരുന്നവരൊക്കെ ഓരോരോ സൈഡിലായിട്ട് ഇരുന്നു. ഞങ്ങളൊക്കെ ഈ ഒരു വീടിൻ്റെ ഒരു സൈഡിലാണ് ഇരുന്നത്. പ്രോഗ്രാം അതിനെ ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ ടാർപ്പായി കെട്ടിയിട്ടൊന്നും ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. മഴ പെയ്തപ്പോൾ വെള്ളം ഏതിൽ കൂടെയൊക്കെയാണ് വരുന്നതെന്നേ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ സ്റ്റേജ് അങ്ങോട്ട് മാറ്റി. പിന്നെതാ എല്ലാ പ്രോഗ്രാംസ് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഫ്ലവർ ഷോ, അർബന, ദഫ് എല്ലാം ഓരോരോ രണ്ട് കളികൾ വീതം കളിച്ചു. ഞങ്ങൾ വീടെത്തുന്ന സമയത്ത് 2 മണി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഗിഫ്റ്റ് വിതരണമൊക്കെ ചെയ്ത് ഭയങ്കര ലേറ്റായിട്ടാണ് വീടൊക്കെ എത്തിയത്. കുട്ടികൾ പിന്നെ ഉഷാറോടെ രാത്രിയാണ്, മഴയാണെന്ന്, ഉറക്കം വരണമെന്നൊന്നും ഉണ്ടായിരുന്നില്ല. നന്നായി കളിച്ചു, മാഷാ അല്ലാഹ്. പിന്നെ അതാ സ്റ്റേജൊക്കെ ഒരു ടാർപ്പായ കഴിക്കണം, വെളിച്ചം പോരാന്ന് പറഞ്ഞിട്ട്. ആ ടാർപ്പായ കെട്ടേണ്ട ആവശ്യമേ ഇല്ലയെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം നല്ല മഴ പെയ്തപ്പോൾ അവിടെ വെച്ചതിന് ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ ഇതാ ഒരുത്തൻ വഴി മറിഞ്ഞിട്ട് അവിടെ ഒരാൾ കൂട്ടം തെറ്റിയിട്ട് നടക്കേണ്ടത്. ഞങ്ങൾ ഗിഫ്റ്റൊക്കെ രാത്രി വന്നത് 2 മണിക്കാണ് വന്നത്. അപ്പോൾ തന്നെ ഞങ്ങൾ തുറന്ന് നോക്കി. പിന്നെ ഇതാ ജസ്റ്റ് ഒന്ന് ഷോയ്ക്ക് വേണ്ടിയിട്ടൊന്ന് കവർ ചെയ്ത് വെച്ചാണ്. 2 ഗ്ലാസിൻ്റെ ഒരു സെറ്റായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നല്ല അടിപൊളി ഗ്ലാസ് ആയിരുന്നു. നല്ല കമ്പനി സാധനങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നല്ല ഗ്ലാസ് ആയിരുന്നു. ജ്യൂസ്, ചായയൊക്കെ കുടിക്കാം. അപ്പോൾ ഞാൻ മൈലാഞ്ചി അരച്ചത് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇടാം കേട്ടോ. ജസ്റ്റ് ഒരു വീഡിയോ അത്രയേ ഉള്ളൂ. അപ്പോൾ നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ ഒരു ക്യാഷ് പ്രൈസ് ഉണ്ടായിരുന്നു റിഹുവിന്. പിന്നെ ഒരു ട്രോഫി ഉണ്ടായിരുന്നു. അവന് ഫോട്ടോസൊക്കെ ഒട്ടിച്ചത്. നന്നായി കളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ നബിദിന വിശേഷങ്ങൾ. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.